ഹലോ നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇംഗ്ലീഷ് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് നിങ്ങൾ. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ആദ്യത്തെ 2 യൂണിറ്റുകളിൽ നിന്നും ചോദ്യം വരുമെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നാണ്. ആ ഏരിയകൾ, ആ ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചാൽ തീർച്ചയായിട്ടും എക്സാമിൽ ഒരുപാട് ഉപകാരം നിങ്ങൾക്ക് ഉണ്ടാകും. സോ ആ കാര്യമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇന്നും നാളെയും മറ്റന്നാൾ രാവിലെയുമൊക്കെ ആയിട്ട് നിരവധി വീഡിയോകൾ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് ഗ്രാമറും ഡിസ്കോഴ്സസും ക്വസ്റ്റ്യൻ പ്രൊഡിക്ഷൻസും ഷുവർ ക്വസ്റ്റ്യൻസും എല്ലാം ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ആ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് അറിയാൻ കഴിയൂ. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഒന്നാമത്തെ യൂണിറ്റിൽ 3 ചാപ്റ്ററുകളുണ്ട്. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ, സ്നേക്ക് ആൻഡ് ദി മിറർ, ലയൺസ് ഇൻ ഏർലി സ്പ്രിംഗ്. ഈ യൂണിറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠം എന്ന് പറയുന്നത് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ ആണ്. ആ ചാപ്റ്ററിലെ 3 ഏരിയകളാണ് ചോദ്യങ്ങൾ ഏറ്റവും അധികം ചോദിക്കുക. അതിലൊന്നാമത്തെ ഏരിയ എന്ന് പറയുന്നത് ബോയ് ആൻഡ് ദി സ്ക്യൂറൽ. ഇവർ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, അവരെങ്ങനെയാണ് ഫ്രണ്ട്സായി മാറിയത്. നമുക്കറിയാം, ആദ്യം അവർ ഫ്രണ്ട്സ് അല്ലായിരുന്നു. ദേ ആർ നോട്ട് ഫ്രണ്ട്സ്, ബട്ട് ലേറ്റർ ദേ ബിക്കേം ഫ്രണ്ട്സ്. എങ്ങനെ അവർ ഫ്രണ്ട്സായി, അവരുടെ ആ ഫ്രണ്ട്ഷിപ്പ്, അവരെങ്ങനെ ഫ്രണ്ട്സായി, ഈ ഒരു ഏരിയ ബേസ് ചെയ്തിട്ട് എന്തായാലും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ആ കണ്ടന്റ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഉറപ്പായിട്ടും ഈ പരീക്ഷയിൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്കത് എഴുതാനുള്ളൊരു അവസരം ഉണ്ടാകും. അതേപോലെ ആ ചാപ്റ്ററിൽ തന്നെയുള്ള കോബ്രയും മംഗൂസും തമ്മിലുള്ള ഫൈറ്റ് സീൻ 100% നിങ്ങൾക്ക് ഈ പരീക്ഷയിൽ എവിടെയെങ്കിലും ആ കണ്ടന്റ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമോ അല്ലെങ്കിൽ മറ്റൊരു ചോദ്യത്തിൻ്റെ ഭാഗമായിട്ടോ നിങ്ങൾ എഴുതേണ്ടി വരും. കോബ്രയും മംഗൂസും തമ്മിലുള്ള ഫൈറ്റ് സീൻ, ബോയ് ആ കാണുന്നൊരു കാഴ്ചയുണ്ടല്ലേ, കോബ്രയും മംഗൂസും തമ്മിലുള്ള ഫൈറ്റ് എങ്ങനെയായിരുന്നു, അത് നന്നായിട്ട് പഠിച്ചു. ആ ഭാഗത്തിൻ്റെ സമ്മറി എടുത്ത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. അതേപോലെ ആ ചാപ്റ്ററിൽ ഏറ്റവും അവസാനം പറയുന്ന ദ സ്ട്രേഞ്ച് ഇൻസിഡൻറ്റ് ബിറ്റ്വീൻ വൈറ്റ് റാറ്റ് ആൻഡ് ഗ്രേ സ്ക്യൂറൽ. നമുക്കറിയാം, ഗ്രാൻഡ് മദറിൻ്റെ ഒരു നീഡിൽ കാണാതാവുന്നു. അത് തിരഞ്ഞു പോകുമ്പോൾ ആ ഒരു മരത്തിൻ്റെ ഒരു മരത്തിലൊരു പൊത്തിൽ ആ നീഡിൽ കാണുന്നതും അത് നോക്കുമ്പോൾ അതിനുള്ളിൽ വൈറ്റ് സ്ക്യൂറൽസിനെ കാണുന്നു. വെണ്ടടിച്ചു പോവാണ് ഇവർ. കാരണം എന്താ, വൈറ്റ് സ്ക്യൂറൽസിനെ അവർ കണ്ടിട്ടില്ല. പിന്നെ അവർക്ക് മനസ്സിലാകുന്നത് ഈ ഗ്രേ സ്ക്യൂറലും വൈറ്റ് റാറ്റും തമ്മിലുള്ളൊരു ബന്ധത്തിലുണ്ടായതാണ് ഈ വൈറ്റ് സ്ക്യൂറൽസ് എന്ന് പറയുന്ന ആ ഒരു ഇൻസിഡൻറ്റ്. എങ്ങനെയാണ് വൈറ്റ് സ്ക്യൂറൽ അല്ലെങ്കിൽ ഗ്രേ സ്ക്യൂറലും വൈറ്റ് റാറ്റും തമ്മിൽ ഫ്രണ്ട്സ് ആയതെന്നൊക്കെ നമുക്കറിയാം. ഈ മരത്തിൻ്റെ മുകളിലേക്ക് നമ്മുടെ ബോയ് ആണ് വൈറ്റ് റാറ്റ്സിനെ കൊണ്ടുപോയത്. അവിടെ വെച്ച് സ്ക്യൂറലുമായിട്ടൊക്കെ അത് കമ്പനി ആകുന്നതൊക്കെ നമുക്കറിയാം. ഈ 3 ഏരിയകൾ കേന്ദ്രീകരിച്ച് ഈ ചാപ്റ്ററിൽ നിന്നും ചോദ്യങ്ങൾ വരും. അത് ഏറ്റവും കൂടുതൽ ഈ ചാപ്റ്ററിൽ നിന്ന് വരാറുള്ളത് ലെറ്റർ, ഡയറി, നറേഷൻ. ഈ 3-ൽ ഏതെങ്കിലും ഒന്ന് ഈ ചാപ്റ്ററിൻ്റെ ബേസ് ചെയ്തിട്ടാണ് പലപ്പോഴും വരാറുള്ളത്. ഞാനിപ്പോൾ പറഞ്ഞ 3 ഏരിയകളും ലെറ്ററായിട്ടും ചോദിക്കാം, ഡയറി ആയിട്ടും ചോദിക്കാം, നറേഷനായിട്ടും ചോദിക്കാം. ഓക്കെ, ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചോദിക്കുക. ബോയ് കോബ്ര മംഗൂസ് ഫൈറ്റ് കാണുന്നു, ഇതുമായി ബന്ധപ്പെട്ട് ബോയ് നറേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിന് ലെറ്റർ എഴുതുന്നു, അല്ലെങ്കിൽ ആ ദിവസം ആ കുട്ടി എന്ന ഡയറി. ഈ രീതിയിലായിരുന്നു ചോദ്യങ്ങൾ വരിക. സോ ആ 3 ഏരിയയും പഠിച്ചു വെച്ചാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നന്നായിട്ട് ആ എക്സാമിൽ ആ പാഠം എന്നുള്ള ചോദ്യങ്ങളെ അറ്റൻഡ് ചെയ്യാൻ കഴിയും. ചിലപ്പം ആ ചാപ്റ്ററിലെ മൊത്തം സംഭവങ്ങളും നറേഷൻ ചോദിക്കുക. അത് ഓൾറെഡി മോഡൽ എക്സാം ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനി അത് വരില്ല, അങ്ങനെ തന്നെ ചോദിക്കില്ല എന്ന് കരുതുക. ഓക്കെ, പിന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് കോൺവെർസേഷനും നല്ല സാധ്യത. അങ്ങനെ ഒരു കോൺവെർസേഷൻ വരികയാണെങ്കിൽ ബോയും ഗ്രാൻഡ് ഫാദറും തമ്മിലൊരു കോൺവെർസേഷൻ വരാനാണ് സാധ്യത. അത് കോബ്ര മംഗൂസ് ഫൈറ്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഈ ഗ്രേ സ്ക്യൂറൽ വൈറ്റ് റാറ്റ് തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചിട്ടുള്ള ഒരു കോൺവെർസേഷനായിട്ടും ആ ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ വന്നേക്കാം. ഇനി ഈ ചാപ്റ്ററിന് റൈറ്റപ്പാണ് വരുന്നത് എങ്കിൽ മനുഷ്യനും പ്രകൃതിയും, ഹ്യൂമൻ ബീങ്സ് ആൻഡ് നേച്ചർ, ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് നമ്മളോട് എഴുതാൻ പറയും. നമുക്കറിയാം, ഇതിലെ ബോയ് മരത്തിന് മുകളിൽ പോയി കയറുന്നതും ആ മരത്തിലുള്ള മറ്റ് ജീവികളുമായിട്ട് കമ്പനി ആകുന്നതും അല്ലെങ്കിൽ ആ ഗാർഡനിലുള്ള കോബ്ര മംഗൂസ് ഫൈറ്റ് കാണുന്ന കുറേ കാര്യങ്ങൾ അതിലുണ്ട് അല്ലേ. അപ്പോൾ ഇതുമായി ബേസ് ചെയ്തിട്ട് ഒരു പക്ഷേ ഹ്യൂമൻ ബീങ്സ് ആൻഡ് നേച്ചർ എന്ന ഒരു തീമിനെ കുറിച്ചിട്ട് ഒരു റൈറ്റപ്പ് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ അത് പഠിച്ചു വെക്കുക. രണ്ടാമത്തെ ചാപ്റ്ററായിട്ടുള്ള സ്നേക്ക് ആൻഡ് ദി മിററിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഏറ്റവും നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ആ ഒരു സ്നേക്ക് താഴെ വീണ് നമ്മുടെ ഡോക്ടറുടെ ബോഡിയിലേക്ക് കയറുന്നുണ്ട്. ആ സംഭവങ്ങൾ, ആ സ്നേക്ക് വീഴുന്ന ശേഷം ഡോക്ടറുടെ ബോഡിയിലേക്ക് കയറുമ്പോൾ ഡോക്ടറുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ, പിന്നീട് സ്നേക്ക് മിററിന് മുമ്പിലേക്ക് പോകുമ്പോൾ അയാൾ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്ന ആ ഒരു ഇൻസിഡൻറ്റ് മക്കളെ നിങ്ങൾ പഠിച്ചു വെച്ചോ. എന്തായാലും ഏതെങ്കിലും രൂപത്തിൽ ഈ പരീക്ഷയിൽ സാധ്യത, പ്രത്യേകിച്ച് മോഡൽ എക്സാമിന് കാര്യമായിട്ടൊന്നും ആ ഏരിയ ചോദ്യം വരാത്തത് കൊണ്ട് ഈ എക്സാമിന് സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ ഡയറി ആയിട്ടായിരിക്കാം, നറേഷനായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ലെറ്റർ ആയിട്ടായിരിക്കാം. ഈ 3 അവിടെ സാധ്യതയുള്ളത്. പ്ലസ്
ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്ന ഹോമിയോപാത്ത് നമ്മുടെ ഡോക്ടർ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണല്ലോ പോകുന്നത്. അവിടെ വെച്ച് ഫ്രണ്ടുമായിട്ടൊരു കോൺവേഴ്സേഷൻ ചിലപ്പോൾ ഉണ്ടാവും ഈ സംഭവത്തെക്കുറിച്ച്. അതിനും നല്ല സാധ്യതയുണ്ട്. പിന്നെ ഈ ചാപ്റ്ററിൽ പോസിബിൾ ആയിട്ടുള്ള മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഹോമിയോപാത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ്. ഞാൻ നല്ല പോസിബിലിറ്റി കാണുന്ന 3 ക്യാരക്ടർ സ്കെച്ചിൽ ഒന്ന് ഹോമിയോപാത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. വല്ലപ്പോഴും മാത്രം, വളരെ റെയറായിട്ട് മാത്രം ആ ചാപ്റ്റർ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഏറ്റവും അവസാനം ആ ചാപ്റ്ററിൽ നമ്മുടെ ഹോമിയോപാത്തിൻ്റെ വീട്ടിൽ കള്ളൻ കയറുന്നുണ്ട്. ആ വീട്ടിലെ എല്ലാ സാധനങ്ങളും അടിച്ചു മാറ്റി പോകുന്നു. ആ വെസ്റ്റ് മാത്രം അവിടെ ബാക്കി വെക്കുന്നു. ഈ ഒരു സീൻ ബേസ് ചെയ്തിട്ട് ചിലപ്പോൾ ഒന്ന് ചോദിച്ചേക്കാം. ആ സീനുകൾ നോക്കി വെക്കുക. ചിലപ്പോൾ നിങ്ങളത് മൈൻഡ് ചെയ്യാണ്ട് പോകണമെന്ന് വിചാരിച്ചിട്ടാണ്. ആ കള്ളൻ കയറിയ ശേഷം ഇത് അടിച്ചു മാറ്റി പോകുന്നു. പിന്നീട് പിറ്റേന്ന് ഫ്രണ്ട്സുമായി വരുമ്പോഴാണ് കള്ളൻ എല്ലാം കൊണ്ടുപോയി എന്ന് നമ്മുടെ ഡോക്ടർ അറിയുന്നത്. അയാളുടെ ഒരു വെസ്റ്റ് മാത്രമേ അവിടെ വെച്ചിട്ടുള്ളൂ. ആ ഒരു ഭാഗം ബേസ് ചെയ്ത് ആ സംഭവം നോക്കി വെക്കുക. ഏതെങ്കിലും രൂപത്തിൽ ചിലപ്പോൾ അത് ചോദിച്ചു, ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ ചോദ്യം വരും. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ച് പോവുക. ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യം വരും ആ ഭാഗം. ഓക്കെ, ലാൻസ് റിട്ടൺ എയർലെസ് സ്പ്രിംഗ് ഞാൻ തൽക്കാലം അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. കാരണം ഇത്തവണ അപ്രീസിയേഷൻ ഞാൻ സാധ്യത കാണാത്തൊരു ചാപ്റ്ററാണ് ലാൻസ് റിട്ടൺ എയർലെസ് സ്പ്രിംഗ്. അപ്രീസിയേഷന് പറയാൻ കഴിയില്ലട്ടോ വരുമല്ലോ. പക്ഷേ ഞാൻ അധികം അതിനെ ഞാൻ നിങ്ങൾ എന്തായാലും 5 അപ്രീസിയേഷൻ പഠിക്കണം. ആ കൂട്ടത്തിൽ നിങ്ങളത് പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. നേരെ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് പോയാൽ പ്രൊജക്ട് ടൈഗർ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. രണ്ടാമത്തെ യൂണിറ്റിൽ 3 ചാപ്റ്റർ ഉള്ളതിൽ പ്രൊജക്ട് ടൈഗർ, മൈ സിസ്റ്റേഴ്സ് ഷൂസ്, ബ്ലോയിങ് ഇൻ ദി വിൻഡ്, ഈ 3 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ പ്രൊജക്ട് ടൈഗറാണ്. അതിൽ യാതൊരു സംശയമില്ലല്ലോ. ഈ പ്രൊജക്ട് ടൈഗറിലെ ഏറ്റവും കോറായിട്ടുള്ള 2 ഏരിയകളുണ്ട്. അതിലൊന്ന് ഡിസ്നി സ്റ്റുഡിയോയിൽ വെച്ചിട്ട് നമ്മുടെ സത്യജിത്ത് ഷൂട്ടിംഗ് കാണാൻ പോകുന്നതും അവിടെ വെച്ചിട്ട് ഒരു മനുഷ്യൻ ഡോഗിന് പകരം ഡ്യൂപ്പായിട്ട് അഭിനയിക്കുന്ന ഒരു സംഭവം പറയുന്നില്ലേ, ആ ഇൻസിഡൻറ്റ്. പക്ഷേ ആ ഇൻസിഡൻറ്റ് ഓൾറെഡി നമ്മുടെ മോഡൽ പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഭാഗം ഇനി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. മേ ബി ചോദിക്കാൻ സാധ്യതയില്ല. അത് കഴിഞ്ഞാൽ ആ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗവും ഈ കഴിഞ്ഞ മോഡൽ പരീക്ഷയ്ക്ക് വരാത്തൊരു ഭാഗവുമാണ് ടൈഗറിൻ്റെ ഷൂട്ടിംഗ് സീൻ. സാധാരണ എല്ലാ SSLC പരീക്ഷയിലും മോഡലിലും വരുന്ന ചോദ്യമായിരുന്നു ടൈഗറിനെ വെച്ചിട്ടുള്ള ഷൂട്ടിംഗ് സീൻ. ആ ഷൂട്ടിംഗ് സീനുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം അത് കഴിഞ്ഞ മോഡലിന് വരാത്തത് കൊണ്ട് ഞാൻ എന്തായാലും ഈ ഒരു എക്സാമിൽ ആ ഭാഗം പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്കറിയാം 2 തവണ ടൈഗറിനെ വെച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ആദ്യം ടൈഗർ വരുന്നുണ്ട്. ടൈഗർ ആദ്യം ഇങ്ങനെ എന്താ പറയുക, ഡാൻസ് കളിക്കുകയോ ചെയ്തു, അല്ലെ ചാടി കളിച്ചു. പിന്നീട് ഒരുവിധം ഒരു ഷൂട്ട് ചെയ്തു. അപ്പോൾ ക്യാമറ വരേക്ക് വർക്ക് ചെയ്തില്ല. അങ്ങനെ വീണ്ടും ഈ സീനുകളൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി രണ്ടാമതൊരിക്കൽ കൂടി ടൈഗറിനെ കൊണ്ടുവരുന്നു. ആ ടൈഗർ ജനങ്ങൾക്ക് നേരെ ഓടുന്നു. എങ്കിലും സീനുകൾ ഷൂട്ട് ചെയ്യുന്നു, ഒന്നായി വരുന്നു. ഈ സംഭവം നമുക്കറിയാം. ആ ഏരിയ നമുക്കറിയാം. ആ കോളർ, ഒരു ടൈഗർ സ്കിന്നുള്ള കോളർ ഉണ്ടാക്കുന്നതും തൊരാത്തൊരു വയറിൽ അറ്റം പിടിപ്പിക്കുന്നതും അതിൻ്റെ എന്താ പറയുക ഒരു അയൺ റോഡ് ഫിക്സ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഭാഗത്ത്. ആ ഒരു ഏരിയ നന്നായി പഠിച്ചു വെച്ചോ. ചിലപ്പോൾ ലെറ്ററോ ഡയറിയോ നറേഷനോ ന്യൂസ് റിപ്പോർട്ടോ, ഈ ചാപ്റ്റർ ന്യൂസ് റിപ്പോർട്ട് വരികയാണെങ്കിൽ ഒരു ന്യൂസ് റിപ്പോർട്ട് വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ഈ ടൈഗർ ജനങ്ങൾക്ക് നേരെ ഓടി വരുന്നൊരു സീനുണ്ട്. അതിനെപ്പറ്റി ചിലപ്പോൾ ഒരു ന്യൂസ് റിപ്പോർട്ടൊക്കെ ചിലപ്പോൾ ചോദിക്കാം. അല്ലെ ഡയറി, നറേഷൻ, ലെറ്ററൊക്കെ ആ ഏരിയ അങ്ങ് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലും രൂപത്തിൽ ആ ചോദ്യം വന്നേക്കാം. ഡയറി ചിലപ്പോൾ സത്യത്തെ ഡയറി ആയിരിക്കാം, അല്ലെങ്കിൽ ഷൂട്ടിംഗ് കാണാൻ വന്ന ഒരാളുടെ ഡയറി ആയിരിക്കാം. പക്ഷേ ആ സീൻ നിങ്ങൾ പഠിച്ചു വെച്ചാൽ, ആ രംഗങ്ങൾ നിങ്ങൾ ആ 2 ടൈഗറും വരുമ്പോൾ ആ രംഗങ്ങൾ പഠിച്ചു വെച്ചാൽ ഏത് ചോദ്യം വന്ന് നിങ്ങൾക്ക് എഴുതാൻ കഴിയും. ഓക്കെ, പിന്നെ ഈ ചാപ്റ്ററിന് ഞാൻ വരാൻ സാധ്യത കാണുന്ന മറ്റൊരു ടൈപ്പ് ചോദ്യം കോൺവേഴ്സേഷനാണ്. അതൊരു പക്ഷേ സത്യജിത്രയും തൊരാത്തും തമ്മിലൊരു കോൺവേഴ്സേഷനോ അല്ലെങ്കിൽ സത്യജിത്രയും സർക്കസ് മാനേജരും തമ്മിലൊരു കോൺവേഴ്സേഷനോ ഒക്കെ ഈ ചാപ്റ്ററിൽ സാധ്യതയുണ്ട് അല്ലേ. അപ്പം സർക്കസ് മാനേജറെ സർക്കസ് കൂടാരത്തിൽ ആദ്യമായി കാണാൻ പോകുന്നു. ടൈഗറിന് ആവശ്യപ്പെടുന്ന ആ സീൻ കോൺവേഴ്സേഷനായിട്ട് ചോദിക്കാം. ഇനി തൊരാത്തുമായിട്ട് പല ഭാഗത്ത് ഷൂട്ടിംഗ് നടക്കുന്നതിനിടയിലുള്ള കോൺവേഴ്സേഷൻ. ഇനി ഷൂട്ടിംഗ് മര്യാദയ്ക്ക് നടക്കാത്തതുകൊണ്ട് വീണ്ടും ഫോണിൽ വിളിക്കുന്ന തൊരാത്തിനെ വീണ്ടും ടൈഗറിനെ വേണമെന്നുണ്ട്. ആ ഭാഗമൊക്കെ ചിലപ്പോൾ കോൺവേഴ്സേഷനായിട്ട് ചിലപ്പോൾ ചോദിച്ചേക്കാം. അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. ക്യാരക്ടർ സ്കെച്ചിന് വലിയൊരു സാധ്യത ഇല്ലാത്ത ചാപ്റ്ററാണ് ഇപ്പം ഞാൻ പറഞ്ഞ പ്രൊജക്ട് ടൈഗർ. കാരണം തൊരാത്ത് എന്നൊരു ക്യാരക്ടറെ നമ്മളതിൽ കാണുള്ളൂ. അതിനൊരു ക്യാരക്ടർ സ്കെച്ച് വരുമോ വളരെ സംശയമാണ്. ഇൻ്റർവ്യൂ ചിലപ്പോൾ സത്യജിത്രയുമായിട്ടൊരു ഇൻ്റർവ്യൂ ചിലപ്പോൾ ഈ ചാപ്റ്റർ ചോദിച്ചേക്കാം. സത്യജിത്രയോട് ഈ ഷൂട്ടിങ്ങിനെ കുറിച്ച് ഇൻ്റർവ്യൂ നടന്നതൊക്കെ ചോദിച്ചേക്കാം. അല്ലെങ്കിൽ സത്യജിത്രയെ ടൈഗറിനെ വെച്ച് സിനിമ ഷൂട്ട് ചെയ്യണമെങ്കിൽ അനിമൽ വെൽഫെയർ ബോർഡിൻ്റെ പെർമിഷൻ വേണമല്ലോ. ആ പെർമിഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് എഴുതുന്നൊരു ഒഫീഷ്യൽ ലെറ്റർ, അനിമൽ വെൽഫെയർ ബോർഡിന് എഴുതുന്നൊരു ഒഫീഷ്യൽ ലെറ്റർ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ആ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ഏരിയ ടൈഗറിനെ വെച്ചാൽ ഷൂട്ടിംഗ് സീൻ തന്നെ. ആ സീൻ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെച്ചേക്കൂ. ഓക്കെ, പിന്നെ നമുക്കറിയാം അതിൽ ആൽഫ്രഡ് ഹിച്ച്കോക്ക് ബേർഡ്സ് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു പോസ്റ്റർ, ഒരു നോട്ടീസ് തയ്യാറാക്കുന്നുണ്ട് റേവൻസിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട്. അതൊക്കെ ഒന്ന് നിങ്ങൾ നോക്കി വെക്കണം. ഓക്കെ, അതൊന്നും വിട്ടുപോകരുത്, ആ ഭാഗത്തൊന്നും വിട്ടുപോകരുത്. പിന്നെ ആ യൂണിറ്റിലുള്ള റൈറ്റപ്പായിട്ട് വരുവാണെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് ജനറലായിട്ട് എന്തെങ്കിലും ചോദിച്ചാലാണ് ഈ ഹോളിവുഡിലെ കാര്യങ്ങളോ ഹോളിവുഡിൽ എങ്ങനെ ആനിമൽസ് ഉപയോഗിക്കുന്നു അങ്ങനെ എന്തെങ്കിലും ചോദ്യങ്ങൾക്കാണ് സാധ്യതയുള്ളത്. പിന്നീട് വരുന്നത് മൈ സിസ്റ്റേഴ്സ് ഷൂ ആണ്. മൈ സിസ്റ്റേഴ്സ് ഷൂ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ അല്ല. പലപ്പോഴും ആ ചാപ്റ്ററിൽ നിന്ന് വരാറുള്ള ചോദ്യം എന്ന് പറയുന്നത് ഒന്നുകിൽ റിവ്യൂ, മൈ സിസ്റ്റേഴ്സ് ഷൂ എന്ന ഫിലിമുമായി ബന്ധപ്പെട്ട് ആ സീനുകളായി ബന്ധപ്പെട്ട് റിവ്യൂ, അത് ഓൾറെഡി ക്രിസ്മസ് എക്സാമിന് വന്നിട്ടുണ്ട്, ചിലപ്പോൾ അത് വീണ്ടും ചോദിച്ചേക്കാം. അല്ലെങ്കിൽ
ആ ചാപ്റ്റർ ഒരു ഫിലിം ഫെസ്റ്റിവലിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു നോട്ടീസ് ഉണ്ടാക്കാനോ മറ്റോ ഒക്കെ ആയിരിക്കാം വരാൻ സാധ്യത. അല്ലെങ്കിൽ മജീദിൻ്റെ പ്രൊഫൈലൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. അടുത്തത് ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന പാഠമാണ്. ഈ അലിയുടെയോ സെറയുടെയോ ഒന്നും ക്യാരക്ടർ സ്കെച്ചോ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യത വളരെ കുറവാണ് കേട്ടോ. ഓക്കെ, ഇതുവരെയുള്ളൊരു അനുഭവം വെച്ചിട്ട് അങ്ങനെയൊന്നും ചോദിക്കാറില്ല. ഡയറി അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെയൊന്നും ആ ചാപ്റ്റർ അധികം വരാറില്ല ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട്. ബ്ലോയിങ് ഇൻ ദ വിൻഡ് ഈ ഒരു പരീക്ഷയിൽ അപ്രീസിയേഷനായിട്ട് വരാൻ ഞാൻ ഏറ്റവും സാധ്യത കാണുന്ന 2 പോയംസിൽ ഒന്ന് ബ്ലോയിങ് ഇൻ ദ വിൻഡാണ്. ബ്ലോയിങ് ഇൻ ദ വിൻഡ് ഒരു പോയം അല്ല, ശരിക്കും ഒരു സോങ് ആണ്. അതിൻ്റെ ഒരു അപ്രീസിയേഷൻ ചോദിക്കാൻ സാധ്യത കാണുന്നുണ്ട്. കാരണം അവസാനമായിട്ട് 2019 അവസാനമായിട്ട് ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു അപ്രീസിയേഷൻ ചോദിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇതുവരെ ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന് ചോദിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടും ക്രിസ്മസ് പരീക്ഷയ്ക്ക് ബ്രദർ ടു സൺ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷവും പീറ്റർ ഗില്ലിഗൻ ചാപ്റ്ററും ലയൺസ് ഓഫ് നെയർലി സ്പ്രിംഗ് ചോദിച്ചത് കൊണ്ടും ഒന്നുകിൽ പോയട്രി അല്ലെങ്കിൽ ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്നൊരു ചോദ്യം വരാനുള്ള സാധ്യത വളരെ അധികമാണ്. സോ ബ്ലോയിങ് ഇൻ ദ വിൻഡിൻ്റെ അപ്രീസിയേഷൻ നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചു വെക്കുക. നല്ല സാധ്യതയുള്ളൊരു ചാപ്റ്ററായിട്ട് ഞാൻ കാണുന്നു. ഒന്നുകിൽ അപ്രീസിയേഷൻ അല്ലെങ്കിൽ റീഡ് ദ ലൈൻസ് ആൻഡ് ലൈൻസ് കൊടുത്തിട്ട് ക്വസ്റ്റിൻ്റെ ആൻസർ ചെയ്താനുള്ള ചോദ്യമോ വന്നേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ആദ്യത്തെ 2 യൂണിറ്റിൽ നിങ്ങൾ നോക്കി വെക്കേണ്ട ഭാഗങ്ങൾ. ഓക്കെ, ഈ ഭാഗങ്ങൾ എന്തായാലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, അങ്ങനെ പഠിച്ചു പോയാൽ നിങ്ങൾ ഓരോന്നോരോന്നിൽ പഠിക്കുകയല്ല, ഞാൻ ഈ പറഞ്ഞ കണ്ടൻറ്റ് മാത്രം പഠിച്ചു വെക്കുക. അത് വെച്ചാൽ ഏത് ചോദ്യം വന്നാലും ഉത്തരം എഴുതാൻ കഴിയും, ഫോർമാറ്റും കൂടി ഓർമ്മയുണ്ടെങ്കിൽ. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.